അബ്രഹാം വളരെ വയസ്സു ചെന്നവനായപ്പോൾ അവന്റെ മകൻ ഇസഹാക്ക് ഒരു പുരുഷനായി വളർന്നിരുന്നു. ഇസഹാക്കിനായി ഒരു ഭാര്യയെ കണ്ടെത്തുവാൻ അബ്രഹാം തന്റെ വേലക്കാരനെ ദൂരദേശത്തേക്ക് അയച്ചു. ദീർഘയാത്രയ്ക്ക് ശേഷം ദൈവം അവനെ റിബേക്കയുടെ അടുക്കൽ നയിച്ചു. റിബേക്ക ഇസഹാക്കിന്റെ ഭവനത്തിലേക്ക് പോകുവാൻ സമ്മതിച്ചു. അവൾ എത്തിയ ഉടൻ ഇസഹാക്ക് അവളെ വിവാഹം കഴിച്ചു. അബ്രഹാം മരിച്ചതിന് ശേഷം ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. എന്നാൽ റിബേക്കയ്ക്ക് മക്കളുണ്ടായില്ല. ഇസഹാക്ക് റിബേക്കയ്ക്കായി പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുവാൻ അനുവദിച്ചു. ദൈവം പറഞ്ഞു, നീ 2 പുത്രന്മാർക്ക് ജന്മം നൽകും. മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടി വരും. മൂത്തവൻ ഏശാവായി ജനിച്ചു. ഇളയവൻ അവന്റെ കുതികാൽ പിടിച്ച് യാക്കോബായി ജനിച്ചു.